കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അരീഷിനെ ഒരുപാട് ഇഷ്ടമാണ് നീതുവിന്. പക്ഷേ അരീഷിനെ അങ്ങ് തിരിച്ച് ഇഷ്ടമല്ല. പിന്നീട് അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നതാണ് ഇന്നത്തെ റിവ്യൂയിലുള്ളത്. അങ്ങനെ നീതും അരീഷും തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള കാര്യം നീതുവിൻ്റെ വീട്ടുകാരറിയുന്നുണ്ട്. അങ്ങനെ നീതുവിന് കല്യാണം നോക്കുന്നുണ്ട്. അപ്പോൾ നീതു പറയുന്നുണ്ട്, എനിക്ക് കല്യാണമൊന്നും വേണ്ട, എനിക്ക് അരീഷ് ഏട്ടനെയാണ് ഇഷ്ടം എന്നൊക്കെ പറയണേ. അപ്പോൾ നീതുവിൻ്റെ അച്ഛനും ഏട്ടനും ഒക്കെ പറയുന്നുണ്ട്, ആ പെണ്ണുങ്ങളില്ലാത്ത വീട്ടിലോട്ട് നിന്നെ ഒരിക്കലും കെട്ടിച്ചയച്ച് വിടില്ല, അവരുടെ അച്ഛന് അവരുടെ അമ്മയെ കൊന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നീതു പറയുന്നുണ്ട്, അത് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ, എന്നിട്ട് അവർക്കിപ്പോൾ ഒരു ഏട്ടത്തിയമ്മയുണ്ടല്ലോ, ആ ഏട്ടത്തിയമ്മ ആ വീട്ടിലുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴും നമ്മളുടെ നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ മിണ്ടാതെ നിൽക്കുക, ഞങ്ങൾ തീരുമാനിക്കും നിന്നെ എപ്പോൾ കെട്ടിക്കണം, ആരെക്കൊണ്ട് കെട്ടിക്കണം എന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ നമ്മുടെ നീതുവിന് സാധിക്കുന്നുള്ളൂ. അങ്ങനെ നീതു ആരും അറിയാതെ നമ്മളുടെ ഹരീഷിൻ്റെ കടയിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഹരീഷിൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട് നമ്മളുടെ ഹരീഷിനോട്, ഹരീഷേ നിൻ്റെ ആൾ വരുന്നുണ്ട് എന്ന് പറയണേ. അങ്ങനെ ഹരീഷ് നീതുവിനോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്, നിൻ്റെ അച്ഛനോ ഏട്ടനോ അറിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയണേ. ആ സമയത്ത് നീതു പറയുന്നുണ്ട്, അവർ പ്രശ്നം ഉണ്ടാക്കട്ടെ, എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനം വേണം എന്ന് പറയണേ. അപ്പോൾ ഹരീഷ് പറയണേ, എന്താണ് തീരുമാനം എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നീതു പറയുന്നുണ്ട്, എൻ്റെ വീട്ടുകാർ എനിക്ക് കല്യാണം നോക്കുന്നുണ്ടെന്ന് പറയണേ. ആ സമയത്ത് ഹരീഷ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നീതു പിന്നെയും ചോദിക്കുന്നുണ്ട്, ഹരീഷ് ഞാൻ പറയുന്ന എന്തെങ്കിലും നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ കേട്ടു എന്ന് പറയും. എന്നിട്ട് എന്താ ഒന്നും പറയാത്തത്, അത് നിൻ്റെ വീട്ടുകാർ തീരുമാനിച്ചതല്ലേ എന്ന് പറയണേ. അപ്പോൾ നീതു ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്നെ കെട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് ഒന്നും മിണ്ടുന്നില്ല. നീ ഇപ്പോൾ നിൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകുമെന്ന് പറയണേ. അപ്പോൾ നീതു പറയുന്നുണ്ട്, ഞാനിപ്പോൾ തിരിച്ചൊന്നും പോകില്ല, ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം വേണമെന്ന് പറയാണ്. അപ്പോഴും ഹരീഷ് പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാമെന്ന് പറയണം. അപ്പോഴും നീതു പറയുന്നുണ്ട്, ഇപ്പോൾ തീരുമാനിക്കാമെന്ന്. അപ്പോഴാണ് അവിടേക്ക് അവളുടെ അച്ഛന് ഓട്ടോയുമായി വരുന്നത്. ആ സമയത്ത് ഹരീഷ് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ വരുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്, ഇനി അയാളിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി നാട്ടുകാരെ മൊത്തം അറിയിക്കുമെന്ന് പറയാണ്. അപ്പോൾ നീതു പറയുന്നുണ്ട്, അറിയിക്കട്ടെ, എനിക്ക് ഹരീഷ് ഏട്ടനെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അയാൾ വന്ന് നീതുവിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് നീതു പറയുന്നുണ്ട്, എനിക്ക് ഹരീഷേട്ടനെയാണ് ഇഷ്ടം, ഞാൻ ഹരീഷേട്ടൻ്റെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് പറയണേ. അപ്പോൾ നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇങ്ങോട്ട് വാടി വീട്ടിലോട്ട്, നിനക്ക് കാണിച്ചു തരാം, നിന്നെ ആരെക്കൊണ്ട് കെട്ടിക്കണം എന്ന് ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ച് അവളെ ഓട്ടോയിലോട്ട് കയറ്റി വീട്ടിലോട്ട് കൊണ്ടുപോകുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം അവളുടെ ഏട്ടനോട് നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തണം, പറ്റുമെങ്കിൽ നാളെ തന്നെ, നീ പറഞ്ഞ ആ ചെറുക്കനെ നാളെ തന്നെ കൊണ്ടുപോവാ, നാളെ തന്നെ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തണം എന്ന് പറയണേ. ആ സമയത്ത് നീതു കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കാല് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛ എനിക്ക് ആ കല്യാണത്തിന് ഇഷ്ടമല്ല, എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയണേ. ആ സമയത്ത് നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അവൻ്റെ അടുത്ത് പൂത്ത കാശാണ്, അവൻ്റെ കൂടെ ജീവിക്കാൻ നോക്ക്, അവൻ ആ വർക്ക് ഷോപ്പ് നടത്തിയിട്ട് എന്ത് കിട്ടാനാ, അതും ആ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്ത ആ വീട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ നീതുവിനെ കുറ്റപ്പെടുത്തിയും ചീത്ത പറഞ്ഞു നീതുവിൻ്റെ അച്ഛൻ മുറിയിലിട്ട് പൂട്ടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം കല്യാണത്തിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, പെട്ടെന്ന് റെഡിയാവും, നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാലോ, വെറുതെ നീ ഓരോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, നീ ഇപ്പോൾ അച്ഛൻ പറയുന്നത് കേൾക്കുക എന്ന് പറയണേ. അപ്പോഴും നീതു പറയുന്നുണ്ട്, അമ്മയും അവരുടെ സൈഡാണോ, എന്താ അമ്മയ്ക്ക്, ഞാൻ പറയുന്നൊന്ന് കേട്ടാൽ പോരെ, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഹരീഷിനെയാണ് ഇഷ്ടം, ഞാൻ കുറേ കാലമായി ഹരീഷിനെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്, ഇഷ്ടമില്ലാത്തൊരു കല്യാണം എങ്ങനെ നടത്താനാണ് അമ്മയ്ക്കൊക്കെ തോന്നുന്നത് പറയണേ. അപ്പോൾ നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഇപ്പോൾ അച്ഛൻ പറയുന്നത് കേൾക്ക് എന്ന് പറയാണ്ട് അവളോട് ഡ്രസ്സ് മാറാൻ പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നീതുവിനെയും കൂട്ടി അവർ അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നീതു അവരോട് പറയുന്നുണ്ട്, അച്ഛ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഹരീഷേട്ടനെയാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ മിണ്ടാതെ വേഗം വാ എന്ന് പറയണം. അങ്ങനെ അവർ താലി കെട്ടാനും വേണ്ടി ഇരിക്കുന്നുണ്ട്.
ആ സമയത്ത് പൂജാരി പൂജകളെല്ലാം ചെയ്യാണ്. പൂജകൾ ചെയ്ത് നമ്മളുടെ നീതുവിനെ കെട്ടാൻ വന്ന ചെറുക്കന് താലി എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് താലി നീതുവിൻ്റെ കഴുത്തിലോട്ട് നീട്ടുന്ന സമയത്ത് നീതു പറയുന്നുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് എല്ലാവരും അന്തപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ നീതുവിനെ കെട്ടാൻ വന്ന ചെറുക്കൻ എണീറ്റ് നിൽക്കുന്നുണ്ട്. എണീറ്റ് നിന്നിട്ട് നീതുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ പറയുന്നത്, നീ പ്രഗ്നൻ്റ് ആണോ എന്ന് പറയാണ്. അപ്പോൾ നീതുവിൻ്റെ അച്ഛനും ഏട്ടനും ഒക്കെ പറയുന്നുണ്ട്, അവൾ വെറുതെ പറയുകയാണ്, അവൾ പ്രഗ്നൻ്റ് ഒന്നുമല്ല, അവൾ കളവ് പറയുകയാണെന്ന് പറയാണ്. ആ സമയത്ത് നീതു പറയുന്നുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് തന്നെയാണ്, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അത് ഹരീഷേട്ടൻ്റെ ആണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴും നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ മിണ്ടാതെ അവിടെ നിൽക്കടി എന്ന് പറയാണ്. അപ്പോൾ നീതുവിനെ കെട്ടാൻ വന്ന ചെറുക്കൻ പറയുന്നുണ്ട്, അവൾ പ്രഗ്നൻ്റ് ആണെന്നൊക്കെയല്ലേ പറയുന്നത്, എനിക്കൊന്നും വയ്യ ഇവളെ കെട്ടാൻ എന്ന് പറയുകയാണ്. അങ്ങനെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് ആ നീതുവിനെ കെട്ടാൻ വന്ന് ചെറുക്കാൻ പോവുകയാണ്. അപ്പോൾ നീതുവിന് സന്തോഷമായിട്ടുണ്ടാകും. അപ്പോൾ നീതു അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഇനി നിങ്ങൾ എന്ത് തന്നെ ചെയ്യാൻ നോക്കിയാലും ഒന്നും കാര്യമില്ല, എനിക്ക് ഹരീഷേട്ടനെ മാത്രം കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, ഇത് നാട്ടുകാരറിഞ്ഞാൽ മോശമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടൻ നീതുവിൻ്റെ. അപ്പോൾ നീതു പറയുന്നുണ്ട്, ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്, ഉള്ള കാര്യമാണ്, എന്നെ ഹരീഷേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്ക്, ഇല്ലെങ്കിലായിരിക്കും നിങ്ങൾക്ക് നാണക്കേട് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ വീട്ടിലോട്ട് തിരിച്ചു പോയി അവിടെ വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം കേട്ട നീതുവിൻ്റെ ഏട്ടന് ദേഷ്യം വന്ന് നീതുവിൻ്റെ ഏട്ടൻ നേരെ പോകുന്നത് നമ്മളുടെ ഹരീഷിൻ്റെ അടുത്തോട്ടേക്കാണ്. എന്നിട്ട് അവിടെ ചെന്ന് ഹരീഷിനെ ഒരുപാട് തല്ലുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഇട്ട് തല്ലുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എൻ്റെ അനിയത്തി പ്രഗ്നൻ്റ് ആണ്, അതിന് ഞാൻ എന്താ വേണ്ടതെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ എന്താ വേണ്ടതെന്നോ, അവൾ പറഞ്ഞു അവളുടെ കുഞ്ഞ് നിൻ്റേതാണെന്ന്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, അവൾ വെറുതെ പറയുകയാണ്, എനിക്കൊന്നും അറിയില്ലെന്ന് പറയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് നിധി വരുന്നുണ്ട്. അതെ, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങൾ തന്നെയാണ്. അപ്പോഴും ഹരീഷ് പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഇവൾ വെറുതെ കളവ് പറയുന്നതാണെന്ന് പറയാണ്. അപ്പോൾ നീതു പറയുന്നുണ്ട്, ഇനി അയാളെ തല്ലിപ്പോവരുത്, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്, ഇനി തല്ലിയാൽ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീതുവിൻ്റെ ഏട്ടൻ അവിടെ തല്ലി നിർത്തി ദേഷ്യത്തോടു കൂടി പോകുകയാണ്. അപ്പോൾ ഹരീഷ് നീതുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നീ പറഞ്ഞു വെച്ചിരിക്കുന്നത്, നിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നോ, അതിൻ്റെ തന്ത ഞാനാണെന്നൊക്കെ നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്, എനിക്കൊന്നും അറിയില്ല, എവിടുന്നോ എന്തോ ചെയ്തു വന്നിട്ട് ഇപ്പം എൻ്റെ തലയിൽ വെച്ച് കെട്ടുവാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഹരീഷ്. അപ്പോൾ നീത പറയുന്നുണ്ട്, എനിക്ക് ഈ കല്യാണത്തിൽ നിന്നും മുങ്ങാൻ അപ്പോൾ തോന്നിയൊരു ബുദ്ധിയാണ്, അല്ലാതെ ഞാൻ സത്യത്തിൽ പ്രഗ്നൻ്റ് ഒന്നുമല്ല, എൻ്റെ മനസ്സിൽ എന്നും ഹരീഷേട്ടൻ മാത്രമായിരിക്കും, ഹരീഷേട്ടനെ എന്ന് കല്യാണം കഴിക്കാൻ പറ്റുമോ അതുവരെ ഞാൻ കാത്തിരിക്കും, അതിനുവേണ്ടി എന്ത് കള്ളം പറഞ്ഞാലും എന്ത് ചെയ്യാൻ വന്നാലും എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ഹരീഷിനും സന്തോഷമുണ്ട്. അതുവരെ നമ്മളുടെ ഹരീഷ് സങ്കടത്തോടു കൂടി നിൽക്കുകയായിരുന്നു, കാരണം നമ്മളുടെ നീതുവിൻ്റെ കല്യാണം അല്ലേ എന്നറിഞ്ഞ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.